പതിവുകൾ തെറ്റിക്കാത്തതാണ് പുടിന്റെ ശീലം. പക്ഷേ പ്രോട്ടോക്കോളുകൾക്ക് അതീതമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തി സ്വീകരിച്ചപ്പോൾ പുടിന്റെ ശീലം വഴിമാറി. അങ്ങ് റഷ്യയിൽ നിന്ന് ഔദ്യോഗിക വാഹനം എത്തിച്ചിരുന്നെങ്കിലും മോദിയുടെ ഫോർച്യൂൺ കാറാണ് യാത്രയ്ക്കായി പുടിനും തെരഞ്ഞെടുത്തത്. ദോസ്തുക്കളുടെ ഈ കാർ യാത്രയാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിലെ ട്രെൻഡിംഗ് ചർച്ചാ വിഷയം. ഭാരതത്തിൻ്റെയും റഷ്യയുടെയും ഉഭയകക്ഷി ബന്ധം പോലെ ദൃഢമാണ് നരേന്ദ്രമോദിയുടെയും വ്ളാഡിമിർ പുടിൻ്റെയും സുഹൃത്ത് ബന്ധവും. ദ്വിദിന സന്ദർശനത്തിനെത്തിയ പുടിനെ പ്രധാനമന്ത്രി നേരിട്ടെത്തിയാണ് സ്വീകരിച്ചത്. ഇരുവരും ആലിംഗനം ചെയ്ത് സൗഹൃദം പുതുക്കി. അൻപതംഗ സുരക്ഷാ ഉദ്യോഗസ്ഥരും ഇതിനു പുറമെ അദ്ദേഹത്തിന്റെ സുരക്ഷാ വാഹനവും എത്തിയിരുന്നു. എന്നാൽ പുടിൻ തന്റെ ലാമോസിൻ വാഹനം ഒഴിവാക്കി പ്രധാനമന്ത്രിയുടെ ഫോർച്യൂണർ കാർ തിരഞ്ഞെടുത്തു. പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കുള്ള യാത്രയ്ക്കിടെ ഇരുവരും ഒരു ഫോട്ടോയും കാച്ചി. അതങ്ങ് വൈറലാവുകയും ചെയ്തു. സുരക്ഷ മുൻനിർത്തി വിദേശയാത്രകളിലെല്ലാം സ്വന്തം കാർ കൊണ്ടുപോകുന്നതാണ് പുടിന്റെ രീതി. എന്നാൽ പതിവിലും വിപരീതമായി ഇത്തവണ നരേന്ദ്രമോദിയുടെ കാർ തിരഞ്ഞെടുക്കാനും പ്രധാനമന്ത്രിയുമൊത്തുള്ള യാത്രയും റഷ്യൻ പ്രസിഡന്റിന്റെ ആശയമായിരുന്നു. ഇരു രാജ്യങ്ങളുടെയും സൗഹൃദത്തിന്റെ പ്രതീകമാണ് യാത്രയെന്നാണ് പുടിൻ പ്രതികരിച്ചത്. ഭഗവത്ഗീതയുടെ റഷ്യൻ പരിഭാഷയാണ് മോദി പുടിനെ സമ്മാനിച്ചത്. ന്യൂസ് ഡെസ്ക് ജനം.